ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. എന്തെങ്കിലും മീൻ കിട്ടിയില്ല അല്ലേ? എന്നാൽ നമുക്ക് മീൻ കറിക്ക് പോലെ തന്നെ നമ്മളൊരു വെള്ളരി ഉരുളൻകിഴങ്ങും വെച്ചൊരു കറി തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു കുറച്ച് തേങ്ങ, ഒരു അരമുറി തേങ്ങയും എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഒരു നുള്ള് പെരിഞ്ചീരകം, വലിയ ജീരകം കേട്ടോ, അതും കൂടെ കൂട്ടിയിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് വെറും വെള്ളരി വെച്ചിട്ടും ചെയ്യാം. പിന്നെ നമ്മൾ ഉരുളൻകിഴങ്ങ് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വെള്ളരി ഒരു മസാല പിടിക്കാത്ത പോലെയാണ്. അപ്പോൾ പച്ചക്കറി വെക്കണ പോലെയല്ല നമ്മൾ മീൻ കറി ആണെങ്കിലും മറ്റു നിലക്ക് വെള്ളരി വെക്കണമെങ്കിലും അതിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലുള്ളതുകൊണ്ട് തന്നെ അതിലൊരു മസാല പിടിക്കാത്ത പോലെയാണ്. അപ്പോൾ അതില്ലാണ്ടിരിക്കാനാണ് നമ്മൾ ഉരുളൻകിഴങ്ങ് ഒരെണ്ണം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഒരു ചട്ടിയിലോട്ട് 2 പച്ചമുളക്, ആവശ്യത്തിനുള്ള വേപ്പില, പിന്നെ നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന വെള്ളരിയും ഉരുളൻകിഴങ്ങും കൂടെ, ഒരു തക്കാളി ചെറുതായി മുറിച്ചത്, പിന്നെ 2 അല്ലി വെളുത്തുള്ളി. അപ്പോൾ അധികമൊന്നും വേണ്ട, 2 അല്ലി അതൊന്ന് ചതച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അതും കൂടെ ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് മസാല ഒന്ന് പാകാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് പുളി വേണം. അപ്പോൾ ഞാനത് കുറച്ച് ചൂടുവെള്ളത്തിൽ ഒരല്പം പുളി കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ പുളി ചേർത്ത് കൊടുക്കരുത്, കാരണം പച്ചക്കറിയുടെ കഷ്ണം ഒന്ന് വെന്ത് കിട്ടുമ്പോൾ അതിനൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് പുളി ഇപ്പോൾ ചേർത്ത് കൊടുക്കാത്തത്. ഇനി ഇത് നമുക്കൊരു 15 മിനിറ്റ് സമയം നമുക്കൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മളെ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഏകദേശം നമ്മൾ അയിലക്കറിയൊക്കെ വെക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവുമല്ലോ, നമുക്കറിയാമല്ലോ, അയിലക്കറി തിളച്ച് വരുമ്പോൾ ഒരു സ്മെല്ല് എന്ന പോലത്തെ ഒരു മണമായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് 15 മിനിറ്റ് സമയം നമുക്കൊന്ന് ചെറുതായി തീയിൽ മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് വേവിച്ചതിന് ശേഷം നമുക്ക് നോക്കാം ഇനി എന്താണെന്ന്. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ വെന്തിട്ടുണ്ട്, കഷ്ണങ്ങളൊക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്, ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വറ്റി വന്നിട്ടുണ്ടല്ലോ, നമുക്കൊരു കുറച്ച് കറിയും വേണ്ടേ. അപ്പോൾ ഇനി അതും കൂടെ കണക്കായിട്ട് നമ്മളെ പുളിവെള്ളം കൂടെ ചേർത്താൽ ഇതൊന്ന് ലൂസായി കിട്ടും കേട്ടോ. അപ്പോൾ ഈ സമയത്താണ് വെന്തതിന് ശേഷമാണ് നമ്മൾ പുളി ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്ന് തിളപ്പിക്കുക. അപ്പോൾ കഷ്ണങ്ങളിലെ എല്ലാ ഭാഗത്തേക്കൊക്കെ ഒന്ന് പുളി എത്തുന്ന വിധത്തിലൊന്ന് തിളപ്പിച്ചെടുക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിയൊക്കെ നന്നായി തിളച്ച് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതും വേപ്പിലയും കൂടെ നമുക്കൊന്ന് തൂമിച്ചെടുക്കണം. അപ്പോൾ ഒരു ചട്ടി അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും അതുപോലെ കുറച്ച് വേപ്പിലയും കൂടെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരല്പം മുളകും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ മുളക് പൊടി ചേർക്കുന്ന സമയം തന്നെ നമ്മൾ തീ ഓഫ് ചെയ്യണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. എന്നിട്ട് നമുക്കിത് കറിയിലോട്ട് ഒഴിക്കാം. എന്നിട്ട് ആ ചട്ടിയിലേക്ക് കുറച്ച് കറി ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുത്ത് നമ്മുടെ ചട്ടിയിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റുള്ള നമ്മുടെ മീൻ കറിക്ക് തുല്യമായിട്ടുള്ള അതേ ഫ്ലേവറിലുള്ള ഒരു വെള്ളരി കറി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മീൻ കറിയൊന്നും വെക്കാൻ അന്ന് മീനൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും നമ്മളെ കയ്യിലുള്ള ഏത് പച്ചക്കറിയുടെ കഷ്ണം, അതായത് ഉരുളൻകിഴങ്ങോ വെള്ളരിയോ അതല്ലെങ്കിൽ കുമ്പളോ ഒക്കെ ഉണ്ടെങ്കിലും ഈ രീതിയിൽ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ.